അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി യുക്രൈൻ യുദ്ധം സംസാരിക്കുവാൻ തയ്യാറാണെന്നും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ യുക്രൈൻ യുദ്ധം ഉണ്ടാകില്ലെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇപ്പോൾ പറയുന്നത്. താൻ അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ യുക്രൈൻ യുദ്ധം ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പല തവണ ആവർത്തിച്ച് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വ്ളാദിമിർ പുടിനും ഇത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ 2020 ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയം തട്ടിയെടുത്തതാണും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇപ്പോൾ കാരണമെന്നാണ് വ്ളാദിമിർ പുടിൻ പറയുന്നത്. നേരത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രധാന ആരോപണമായിരുന്നു തൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം അട്ടിമറിച്ചുവെന്ന്. ഇപ്പോൾ വ്ളാദിമിർ പുടിനും അതേ ഭാഷയിൽ സംസാരിക്കുന്നത് ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ്. അതേസമയം പുടിൻ ഈ ട്രംപിനെ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് അത്ര രസിച്ചിട്ടില്ല. കൃത്രിമ വിവരങ്ങളൊക്കെ നൽകി ഡൊണാൾഡ് ട്രംപിനെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് പുടിൻ ശ്രമിക്കുന്നതെന്ന് സെലൻസ്കി വ്യക്തമാക്കുകയുണ്ടായി. കാര്യങ്ങൾ സമാധാനപരമായി അവസാനിപ്പിക്കുവാനാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ ശ്രമങ്ങളൊക്കെ നശിപ്പിക്കുവാനാണ് ഈ തെറ്റായ വിവരങ്ങൾ ട്രംപിന് നൽകി പുടിൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പുടിൻ ട്രംപ് ചർച്ചകൾക്ക് ഒരു സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചകൾ സെലൻസ്കി പരസ്യമായി എതിർത്തതിൻ്റെ കാരണം യുക്രൈനെയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയോ ഉൾപ്പെടുത്താതെയുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ആ എടുക്കുന്ന തീരുമാനങ്ങളോ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് സെലൻസ്കി പറഞ്ഞു വച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് റഷ്യയോട് ഭീഷണിയുടെ സ്വരത്തിൽ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു. യുക്രൈൻ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകാൻ പാടില്ല, യുക്രൈൻ യുദ്ധം പറഞ്ഞ് തീർത്തില്ലെന്നുണ്ടെങ്കിൽ റഷ്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലും അതുപോലെ അമേരിക്കയുമായി സഹകരിക്കുന്ന സഖ്യകക്ഷികളുടെ രാജ്യത്തുമൊക്കെ കനത്ത ചുങ്കവും നികുതിയും ഏർപ്പെടുത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. കോവിഡിന് മുമ്പ് അമേരിക്കയിലേക്ക് റഷ്യയുടെ ഏതാണ്ട് 29 ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ എത്തുമായിരുന്നു. എന്നാൽ അതിനുശേഷം ഏതാണ്ട് കഴിഞ്ഞ വർഷം 2024 2.9 ബില്യൺ ഡോളറായിട്ട് അത് താന്നിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപരോധം നേരിടുന്ന ഒരു രാജ്യമാണ് റഷ്യ. യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം റഷ്യ പക്ഷേ ഈ ഉപരോധങ്ങളെയൊക്കെ മറികടക്കുവാനുള്ള മാർഗങ്ങൾ തേടിയിരുന്നു. തന്നെയുമല്ല അവർ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടും പോയിരുന്നു. എന്നാൽ മാറി വരുന്ന ആഗോള ഇക്വേഷനിൽ അമേരിക്കയുമായിട്ട് വിഷയങ്ങൾ പറഞ്ഞു തീർക്കാനായിരിക്കും പുടിൻ ഒരുപക്ഷെ ശ്രമിക്കുക.